മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. അപ്പോൾ ഇന്ന് സൺഡേയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എന്താണെന്ന് ഊഹിക്കാൻ പറ്റുമോ? എന്നാൽ അരിപ്പൊടി എടുക്കുന്നു, അല്പം ചൂടുവെള്ളം ഇട്ട് ഉപ്പുമിട്ട് കുഴച്ച് വെക്കുന്നു. വയണയില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വയണയില വെച്ച് ഒരു അപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ ശർക്കര, തേങ്ങ, പിന്നെ ഇത് ഏലക്കയാണ് ഇടിച്ച് പൊടിച്ചെടുത്തു. ജീരകം മിക്സ് ചെയ്ത് നമ്മുടെ തേങ്ങ അരച്ചു, മിക്സിയിലൊന്ന് അടിച്ചു. പിന്നെ ശർക്കര, ഈ ശർക്കര കട്ട ശർക്കര ഒന്ന് അലിയിച്ചെടുക്കുന്ന മീൻസ് ഇങ്ങനെ പൊടിച്ച് നല്ല മിക്സ് ചെയ്ത് ചേർത്തു കൈ കൊണ്ട്. എന്നിട്ട് അവിടെ വെക്കുന്നത് നല്ലത്. പിന്നെ അല്ലാതെ ഉരുക്കി വേണമെങ്കിലും എടുക്കാം. പിന്നെ അതെടുത്ത് ഇലയിലേക്ക് പരത്തി മിക്സ് എടുത്ത് അതിനകത്ത് നടുക്ക് വെച്ച് സാധാരണ ഇലയട ഉണ്ടാക്കുന്ന പോലെ, അല്ലെ കൊഴുക്കട്ട എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്ന പോലെ തന്നെ. എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ കൊഴുക്കട്ട. ഇതുപോലുള്ള ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ സംഭവം വെച്ചിട്ട് ഇവിടെ മോദക് എന്ന് പറഞ്ഞ് ഗണപതിക്കൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. സെയിം കൊഴുക്കട്ട തന്നെ. അപ്പോൾ ആദ്യം ആ ഇഡ്ഡലിക്കൂട്ടം ഓൺലൈനിൽ നിന്ന് മേടിച്ച ഇഡ്ഡലിക്കൂട്ടം ഒരു കാശിനും കൊള്ളത്തില്ല, സാധനം ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ അത് മാറ്റി. പിന്നെ നമ്മുടെ സ്റ്റീമർ തന്നെ ഉപകാരപ്പെട്ടുള്ളൂ. സ്റ്റീമറാണ് നല്ലത്, നല്ല ആഴമുണ്ട്, അതിനകത്ത് സംഭവങ്ങൾ വെക്കാൻ പറ്റും. നാട്ടിൽ ഇഡ്ഡലിക്കൂട്ടം നല്ലതാണ്. ഇപ്പോൾ ഇവിടുന്ന് ഓൺലൈൻ കിട്ടുന്നതൊക്കെ ഇങ്ങനെ പറ്റിയില്ല. എന്തായാലും സ്റ്റീമറിൽ സംഭവം വെച്ചു. അങ്ങനെ വെന്ത് കഴിഞ്ഞു. കുറച്ച് നേരം വേവിച്ചെടുത്ത് 20 മിനിറ്റ് വേണ്ട, വേവിച്ചെടുത്തു. അങ്ങനെ നമുക്ക് വയണയില അട അല്ലെ വയണയിലപ്പം കഴിക്കാം. അതിൻ്റെ മിക്സ് നല്ല കോമ്പിനേഷനായിരുന്നു. ഏലക്കയൊക്കെ ഇട്ടപ്പോൾ നല്ല ഫ്ലേവറും നല്ല രുചിയുമായിരുന്നു. നല്ല ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊഴുക്കട്ട, അട, ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ആഹാ.